ഞാൻ 12 തവണ ഒരു ദിവസം ഛർദ്ദിച്ച്. 12 തവണ ഒരു ചെറിയ കുട്ടി, 1.5 വയസ്സായൊരു കുട്ടിയാണ് 12 തവണ ഛർദ്ദിച്ചു. ആ 12 തവണ ഛർദ്ദിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഡോക്ടർമാരും ബാക്കിയുള്ള അവിടുത്തെ എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പാനലായിട്ടുള്ള ഒരു മീറ്റിംഗ് ഡിസ്കഷൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ വന്നിട്ട് ഒരു പാനൽ മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് 2 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോന് വേണ്ടി 2 പേര്, ഞാനും എടുത്തിട്ടുണ്ട്, എൻ്റെ അനിയത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പാനൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയി. ഞങ്ങളുടെ കൂടെ കൃപാസന മാതാവും ഉണ്ട് എന്ന് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. ആ മീറ്റിങ്ങിന് ഞങ്ങൾ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വളരെ വിഷമകരമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. മോൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞു. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ലിവറിൽ പ്രോട്ടീൻ ദഹിക്കാനുള്ള എൻസൈംസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ലിവറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അർജുൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, ചേർപ്പിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഡിസംബർ 27 2022 ഞാൻ ഇന്ന് ഉടമ്പടിയിൽ ഒരു നിയോഗം എൻ്റെ നടന്നിട്ടുള്ളൂ. ആ നിയോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനീത്തിയുടെ മകൻ, അവൻ്റെ പേര് ആദിനാഥ് എന്നാണ്. അവന് ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ 2023 ഫെബ്രുവരി വരെ അവന് ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്ന് പറയുന്നത് 18 മാസത്തിൻ്റെ ഇടയിൽ 16 ഹോസ്പിറ്റൽ അഡ്മിഷനാണ് വന്നത്. അത് പാലക്കാടായാലും തൃശ്ശൂർ, എറണാകുളം, ഈ 3 ജില്ലയിൽ ആശുപത്രിയിലാണ് വന്നത്. അവസാനമായിട്ട് എറണാകുളത്തുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയത്. അവന് ജനിച്ച നാൾ മുതൽ തന്നെ അവന് ഡെലിവറി കഴിഞ്ഞതിന് മുന്നേ മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു. മഷി ഇറക്കിയതിന് ശേഷം അവന് ബ്രീത്ത് എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ട് അവനെ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ജനിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവന് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ വാക്സിൻ എടുക്കണം സമയമായി. ഒരു 4ാമത്തെ മാസമായപ്പോഴാണ് 2ാമത്തെ വാക്സിൻ എടുക്കേണ്ട സമയമായത്. 2ാമത്തെ വാക്സിൻ എടുത്ത സമയത്ത് അവന് പനി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഛർദിയും വന്നു, അതിന് വയറിളക്കം വന്നു. അവൻ്റെ ബോധം ആകെ പോയി. ഈ സംഭവം നടക്കുന്നത് 2021 ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേദിവസം. അപ്പോൾ ഞങ്ങൾ ആ ആശുപത്രിയിൽ പോയപ്പോൾ അന്നത്തെ മെയിൻ ഡോക്ടർ, അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ഡോക്ടർ ലീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒബ്സർവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിസംബർ 27 2021 ആയപ്പോഴേക്കും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. ആകെ തീരെ ബോധമില്ലാണ്ട് ഒരു 24 മണിക്കൂർ അവൻ ഒബ്സർവേഷനിൽ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്തുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തി, MRI ടെസ്റ്റ് നടത്തി, പല ടെസ്റ്റുകളും നടത്തി. അത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഞങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇവൻ്റെ ബ്രെയിനിൽ പ്രോട്ടീൻ തലയ്ക്കടിച്ചതാണെന്ന് പറഞ്ഞു. പ്രോട്ടീൻ തലയ്ക്കടിച്ചുകൊണ്ട് അവന് ബോധം മറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. പിന്നീട് വേറൊരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ എൻസൈംസ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത് 28 അമിനോ ആസിഡിൻ്റെ കൂടിയതാണ് ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതിൽ പ്രോട്ടീൻ ദഹിക്കാനുള്ള ഒരു എൻസൈംസ് ഇല്ലാത്തതുകൊണ്ട്, ലിവറിലില്ലാത്തതുകൊണ്ട് അവന് പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റില്ലാത്ത ഭക്ഷണം കഴിക്കാണ്ട് ഇവന് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടി കഴിഞ്ഞാൽ വോമിറ്റിങ്ങും വരും, ഛർദിയും വരും, ബോധക്ഷയം ഉണ്ട്. ഇങ്ങനെ 2022 വർഷത്തിൽ ഞങ്ങൾ എല്ലാ മാസത്തിലും ആശുപത്രി കയറി ഇറങ്ങുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 14 അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തെ അഡ്മിഷൻ. അവിടുത്തെ പ്രോട്ടീൻ്റെ കുറവുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റില്ലാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ദേഹത്ത് മൊത്തം റാഷസ് വന്നു. റെഡ് കളറുള്ള റാഷസാണ് വന്നത്. അപ്പോൾ പിന്നെ അത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അമിനോ ആസിഡിൽ ഐസോലോസിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് വളരെ കുറവുള്ളതുകൊണ്ടാണ് പ്രോട്ടീൻ കുറവുള്ളത് കാണിക്കുന്നത് പറഞ്ഞത്. അതിനുശേഷം
ഐസ്ലോസിൻ്റെ ഒരു പൊടി കൊടുത്തപ്പോൾ അവൻ അത് റിക്കവർ ചെയ്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സൂപ്രണ്ടൻ്റായിട്ടുള്ള നേഴ്സുമാർ 2 പേരുണ്ടായിരുന്നു. ഒന്ന് സിന്ധു സിസ്റ്ററും ഒന്ന് മേരി സിസ്റ്ററാണ് ഞങ്ങളുടെ അടുത്ത് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നത്. കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഡിസംബർ 22-ാം തീയതി 2022 ആ 2 സിസ്റ്റർമാർ പറഞ്ഞിട്ട് 3 ദിവസം ഉടമ്പടി തൈലം വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ വയറ്റിലൊക്കെ തടവി പ്രാർത്ഥിച്ചു. 24-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ആയി. ഇപ്പോൾ ഞങ്ങൾ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 27-ാം തീയതി ഞാൻ വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ ഉടമ്പടി സാധനങ്ങളായിട്ട് ഉപ്പ്, തേനും പിന്നെ ഉടമ്പടി തൈലവും ഒക്കെ ആയിട്ട് ഞാൻ പോയി. അതിനുശേഷം 27-ാം തീയതി ഉടമ്പടി എടുത്തതിന് കഴിഞ്ഞ ശേഷം 5 ദിവസം കഴിഞ്ഞ ന്യൂ ഇയറാണ്. ന്യൂ ഇയർ ദിവസം ഈ മകൻ എന്ത് ചെയ്തു, വെഞ്ചിരിച്ച ഈ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഇല്ലേ കാശുരൂപം വിഴുങ്ങാൻ ശ്രമിച്ചു. ആ വിഴുങ്ങാൻ ശ്രമിച്ചതിന് ശേഷം അവൻ്റെ അമ്മയുണ്ടായിരുന്നു, ആ അമ്മ അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം പിന്നെ അവന് ആകെ ടെൻഷൻ കയറിയിട്ട് അവന് പിന്നീട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഛർദി തന്നെ വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും എറണാകുളത്ത് തന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ബ്ലഡിലെ pH ഫാക്ടറിൽ വളരെ കുറവ് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ അസിഡോസ് ഉണ്ടായിരുന്നു. അങ്ങനെ മിനറൽസിൽ പല വ്യത്യാസങ്ങളും, പൊട്ടാസ്യം ആയാലും സോഡിയം ആയാലും വളരെ കുറവ് കണ്ടുന്നു. അപ്പോൾ പിറ്റേ ദിവസം ജനുവരി 2-ാം തീയതി എൻ്റെ അനിയത്തി രാത്രി എന്നെ വിളിച്ച് പറയാം, ഞങ്ങൾക്ക് നാളെ കൃപാസനത്തിൽ പോവാം, ഇവിടെ ഇരുന്നിട്ട് ഐസിയുൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അനിയത്തി. അതിനുശേഷം എൻ്റെ അമ്മേനെ ഐസിയിലത്തെ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും പുലർച്ചെ 3 മണിക്ക് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഹോസ്പിറ്റലിൽ ഗസ്റ്റ് ഹൗസിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ 3 മണിക്ക് ഇവിടെ നിന്ന് പോകുന്നു, 5 മണിക്ക് ഇവിടേക്ക് പോന്നു. ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നേരെ ഐസിയിലേക്ക് പോകാനാണ് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അനിയത്തി ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കുന്ന ദിവസം തന്നെ അവൾ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഓൺലൈനായിട്ട് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്ന് ഈ അൽത്താരയിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഉടമ്പടി എടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അന്ന് ജനുവരി സമയത്ത് ആദ്യമായിട്ടാണ് 7 മണിക്ക് ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 10 മണിക്ക് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. 7 മണിക്ക് ബാച്ച് തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ 7 മണിക്കുള്ള ബാച്ചിൽ കയറി. 7 മണിക്ക് ബാച്ചിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി അനിയത്തിയെ കൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ഐസിയുടെ മുന്നിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഐസിയുടെ മുന്നിൽ പോയപ്പോൾ മോന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലമൊക്കെ പരട്ടുന്നുണ്ടായിരുന്നു, ഉപ്പ് വെതറുന്നുണ്ടായിരുന്നു, അനിയത്തി അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവന് ഒരു ഉടമ്പടി എടുത്ത ഒരു ചൊവ്വാഴ്ച ജനുവരി 3-ാം തീയതി ചൊവ്വാഴ്ച ഒരു ദിവസമാണ്. ബുധനാഴ്ച അവന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 തവണ ഒരു ദിവസം ഛർദ്ദിച്ച്. 12 തവണ ഒരു ചെറിയ കുട്ടി, 1.5 വയസ്സായൊരു കുട്ടിയാണ് 12 തവണ ഛർദ്ദിച്ചു. ആ 12 തവണ ഛർദ്ദിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഡോക്ടർമാരും ബാക്കിയുള്ള അവിടുത്തെ എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പാനലായിട്ടുള്ളൊരു മീറ്റിംഗ് ഡിസ്കഷൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ വന്നിട്ട് ഒരു പാനൽ മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് 2 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോന് വേണ്ടി 2 പേര്, ഞാനും എടുത്തിട്ടുണ്ട്, എൻ്റെ അനിയത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പാനൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയി. ഞങ്ങളുടെ കൂടെ കൃപാസന മാതാവും ഉണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. ആ മീറ്റിങ്ങിന് ഞങ്ങൾ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത വളരെ വിഷമകരമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. മോൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞു ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. ഇപ്പോൾ ലിവറിൽ പ്രോട്ടീൻ ദഹിക്കാനുള്ള എൻസൈംസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ലിവറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇപ്പോൾ ഈ ലിവർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മോൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ് നടന്നത്. അത് ഞങ്ങൾക്കൊരു ദുഃഖവെള്ളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച ആയപ്പോഴേക്കും മോൻ്റെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറി. അവൻ സെൻട്രൽ വെയിനാണ് കിട്ടുന്നുണ്ടായിരുന്നത്. ഈ കഴുത്തിൻ്റെ ഭാഗത്താണ് സെൻട്രൽ വെയിൻ കിട്ടുന്നത്. അവന് വെയിൻ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അവനൊരു ട്രിപ്പ് കയറ്റുമ്പോൾ എപ്പോഴും കുത്തേണ്ട അവസ്ഥയാണ് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവാറ്. അപ്പോൾ ഒരു 16 ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എത്ര തവണ ആ മകൻ്റെ ദേഹത്ത് കുത്തിയിട്ടുണ്ടാവും, അവൻ്റെ വേദന എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ അവന് സെൻട്രൽ വെയിൻ കിട്ടി.
സെൻട്രൽ വെയിൻ കിട്ടിയിട്ട് സെൻട്രൽ വെയിൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ കയറിയപ്പോൾ നമുക്ക് അതിൽ ഇൻഫെക്ഷൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നാണ് കണ്ടത്. ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. വെൻറ്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റണതിന് മുമ്പ് ഞങ്ങൾക്ക് അമ്മയിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മയിലുള്ള വിശ്വാസം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി അവൾക്ക് യൂട്രസിൽ PCODയുടെയും എൻഡോമെട്രിക്സിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വർഷമായിട്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അവൾ ഒരു ദിവസം രാത്രി ഉടമ്പടി തൈലം പരട്ടി കിടന്നുറങ്ങിയാണ് പിറ്റേ ദിവസം ടെസ്റ്റിന് പോവാണ്. അപ്പോൾ ടെസ്റ്റ് പോയപ്പോൾ ടെസ്റ്റ് നെഗറ്റീവായിരുന്നു. ആ നെഗറ്റീവായപ്പോൾ അനിയത്തിയിലുള്ള വിശ്വാസം കൂടി, എന്നിലുള്ള വിശ്വാസം മാതാവിലുള്ള കൂടി. അപ്പോൾ ഞായറാഴ്ച ഫംഗൽ ഇൻഫെക്ഷൻ ആയത് തിങ്കളാഴ്ച ആയപ്പോഴേക്കും അത് ബാക്ടീരിയയായി, വീര്യം കുറഞ്ഞു. പിന്നെ ബുധനാഴ്ച ആകുമ്പോഴേക്കും അവൻ്റെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറി. അത് കഴിഞ്ഞ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു. വെൻറ്റിലേറ്ററിലേക്ക് കയറ്റിയ ഞാൻ പറഞ്ഞു, വെൻറ്റിലേറ്ററിലേക്ക് കയറ്റിയ കാര്യം പറഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ മോർണിംഗ് കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് ഞങ്ങളിവിടെ അച്ഛനോട് സീത്ത് പൂശിച്ചു. പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു. അച്ഛൻ്റെ കൈ കൊണ്ട് നമുക്ക് ചോറ് കൊടുക്കാനും പറ്റി. ഈ മാർച്ച് 1 മുതൽ ഈ നിമിഷം വരെ അവനും ഛർദിയോ കോൺസ്റ്റിപ്പേഷനോ അസിഡോസോ കാരണം അവന് ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നിട്ടില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മൂത്രസംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അച്ഛനാച്ചാൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് തുമ്മുമ്പോഴും അത് ചുമയ്ക്കുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥയുണ്ടാകും. കൃപാസന മാതാവിനെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഉടമ്പടി തൈലം പറ്റിയാണ് അവരുടെ അസുഖം മാറി. പിന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ 12 വർഷം മുമ്പ് എനിക്കൊരു ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഡിസ്കിന് L2 L3 എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്, നടുവേദന കാരണം. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ ഒരു സ്വെല്ലിങ് വരാറുണ്ടായിരുന്നു. ഈ നീർക്കെട്ട് വരുന്ന കാരണം പല സമയത്തും നടക്കുന്നതിൽ വ്യത്യാസം വരുന്നു. പിന്നെ ആ നടത്തം കണ്ടിട്ട് ഓരോരുത്തരും പരിഹസിക്കുകയും കളിയാക്കലും അപവാദങ്ങളും നമ്മളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അപവാദങ്ങൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുകയും എന്നോട് സൗഹൃദം കാണിച്ച് പല കാര്യങ്ങളും അവർ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും കേൾക്കാൻ മാതാവുണ്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു നിയോഗം നടന്നിട്ടുള്ളൂ, ഇനി ഒരു 5 നിയോഗം കൂടി നടക്കാനുണ്ട്. അതെന്തായാലും നടക്കും. പിന്നെ ഹിപ്പ് ജോയിൻറ്റിൽ എൻ്റെ വേദന മാറിയതെന്ന് വെച്ചാൽ ഞാനൊരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ കാലും ആരോ പിടിച്ച് വലിക്കണ മാതിരി തോന്നി. ഞാൻ ആകെ നല്ല വേദന ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ല വേദന ഉള്ളതുകൊണ്ട് പിന്നെ കാലുമ ഒഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, നിൻ്റെ നടത്തത്തിലുള്ള വ്യത്യാസമൊക്കെ മാറില്ലോ, ഇപ്പം എന്താ നിനക്ക് ഒരു നോർമലായിട്ട് ഒരു കുട്ടി നടക്കണ മാതിരിയാണ് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അമ്മയുടെ ആ അനുഗ്രഹവും കൂടി ഞാനിവിടെ വിട്ടുപോയതാണ്.